ഉയിരിലലിയാൻ രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ആര് കൊന്നെന്ന്? എന്താ സംഭവം? കാശിക്ക് ദേഷ്യവും സങ്കടവും കൊണ്ട് നെഞ്ചു വെങ്ങി. അല്ല സാറേ, ഞങ്ങൾ 1 വർഷമായി ഇവിടെ വാടകയ്ക്ക് വന്നത് മുതൽ അവരുമായി നല്ല സഹകരണത്തിലാണ്. ആ കൊച്ചിനും നല്ല സഹകരണമുള്ള പയ്യനാണ്. 4-5 മാസം മുമ്പ് ആ അനിയത്തി കൊച്ചിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വീട്ടിൽ വന്നിരുന്നു. 3-4 ആൺപിള്ളേരും കൂട്ടത്തിലൊരു പെങ്കൊച്ചും. നല്ല ബഹളമായിരുന്നു. പാട്ടും കൂത്തുമായി ആദ്യമായല്ലേ, അതുകൊണ്ട് ഞങ്ങളാരും അതത്ര കാര്യമാക്കിയില്ല. പക്ഷെ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊരു സീരിയസ് സംഭവമായി. ഇതിനിടയിൽ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും. അങ്ങനെയാണ് ഞങ്ങൾ കുറച്ചുപേർ അന്വേഷിച്ച് ചെന്നത്. അപ്പോൾ അവിടെ കണ്ട കാഴ്ച വിശ്വസിക്കാൻ പറ്റില്ല. ആ പെങ്കൊച്ചും കൂടെയുള്ള പയ്യന്മാർ, ഇവിടെയുള്ള കൊച്ചും കൂടെ. സാറന്മാരോട് എങ്ങനെ പറയും? തൊലി ഉരിഞ്ഞുപോയി ആ കാഴ്ച കണ്ടപ്പോൾ. ആണെന്നും പെണ്ണെന്നുമില്ലാതെ കെട്ടിമറിയലും കെട്ടിപ്പിടിക്കലും. ഒന്നിൻ്റെ ശരീരത്തിൽ നേരെ ചൊവ്വേ വസ്ത്രങ്ങൾ പോലും ഇല്ലായിരുന്നു. ആ പെങ്കൊച്ച് ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു സാറേ. ചിലത് മൂലയിലിരുന്ന് എന്തോ ചുരുട്ടി വലിക്കുന്നു, ചിലത് ഞരമ്പിൽ കുത്തിവെക്കുന്നു. ഞങ്ങൾക്കറിയാൻ മേല സാറേ എന്തൊക്കെ കണ്ടെന്ന്. അതിനുശേഷം ഇതിവിടെ പതിവ് കാഴ്ചയായപ്പോൾ ഞങ്ങൾ അയൽക്കാരൊന്നിലും ഇടപെടാതെയായി. ആ കൊച്ചിൻ്റെ തള്ളയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിട്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പരിപാടി. ഒരു ദിവസം ആ ചേട്ടൻ ചെറുക്കൻ വന്നപ്പോഴേ ഇത് തന്നെയായിരുന്നു കാഴ്ച. അന്ന് അയാൾ ഓമാരും തമ്മിൽ കശപിശ ഉണ്ടാവുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി നിറച്ച ആൾക്കാർ വന്ന് ആ തള്ളയെയും മോനെയും ആ ചെറുക്കനെയും പിടിച്ചുകൊണ്ട് പോയി. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മയും മോളും തിരികെ വന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ആ ചെറുക്കനെ കാണാനില്ല. ഞങ്ങൾ പിന്നെ അന്വേഷിക്കാനും പിടിക്കാനും ഒന്നും പോയില്ല. കാരണം മുമ്പത്തെ പോലെ ഒന്നും അല്ലായിരുന്നു അതുങ്ങളുടെ സ്വഭാവം. പിന്നെ സാറേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് ആ ചെറുക്കൻ്റെ തോളി തൂങ്ങി ഒരു പെങ്കൊച്ചു വരുമായിരുന്നു. 1-2 തവണ അതിൻ്റെ ഒപ്പം കണ്ടിട്ടുണ്ട്. പിന്നീട് ഈ പെൺകുട്ടിയുടെ കൂടെ വരുന്ന ചെറുക്കന്മാരുടെ ഒപ്പവും അവളുണ്ടായിരുന്നു. എല്ലാം അത്രയ്ക്ക് നല്ലതൊന്നും അല്ല സാറേ. അയാൾ രഹസ്യം പറയുന്നത് പോലെ കാശിയോട് പറഞ്ഞു. അയൽക്കാരിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വെച്ച് ഒരു നിഗമനത്തിലെത്താൻ 2 പേർക്കും കഴിഞ്ഞില്ല. അന്വേഷണം വഴിമുട്ടി പോയതുപോലെയായി. ഇനി എവിടെ ചെന്ന് അന്വേഷിക്കുക എന്നായി. എന്തായാലും വിശ്വത്തിൻ്റെയും കുടുംബത്തിനെയും ഏതോ മയക്കുമരുന്ന് സംഘം ട്രാപ്പ് ചെയ്തതാണെന്ന് കാശിക്ക് മനസ്സിലായി. പക്ഷെ അതിൻ്റെയൊക്കെ അന്വേഷണം എവിടെ മുതൽ തുടങ്ങണമെന്നറിയാൻ വയ്യാതെ അങ്ങനെ വിറങ്ങലിച്ചു നിന്നു. എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് വീടിനകം കൂടി ഒന്ന് പരിശോധിച്ചിട്ട് പോകാമെന്ന് കരുതി 2 പേരും കൂടി പിന്നാമ്പുറത്തെ അടുക്കളയിൽ വാതിൽ അല്പം ബലമായി തള്ളി നോക്കി. ഭാഗ്യത്തിന് കതക് തുറന്നു. അകത്ത് കയറുമ്പോൾ കുറച്ച് ദിവസമായി അടച്ചിട്ടതിൻ്റെ വാടയുണ്ട്. അകത്തേക്ക് കയറി ആദ്യം കാണുന്ന മുറിയിൽ നോക്കുമ്പോൾ അത് വിശ്വത്തിൻ്റെ അമ്മയുടെ റൂമാണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന റൂം വിശ്വത്തിൻ്റെ അനിയത്തിയുടേതായിരുന്നു. കാരണം ബുക്കുകളും മറ്റും അടുക്കും ചിട്ടയുമായി വെച്ചിട്ടുണ്ട്. ഹാളിൻ്റെ മൂലയിൽ കുറച്ച് സെറിഞ്ചും ഒഴിഞ്ഞ കുപ്പിയും മറ്റും കൂട്ടിയിട്ടിരിക്കുന്നു. പിന്നെ അവർ ഒരുപാട് സമയം നിന്നില്ല. എന്തായാലും വിശ്വവും അമ്മയും അനിയത്തിയും ഏതോ റാക്കറ്റിൻ്റെ പിടിയിൽപ്പെട്ടതാണെന്ന് മനസ്സിലായി. നമുക്ക് ഈ വിവരം പോലീസിൽ അറിയിക്കുകയായിരിക്കും നല്ലത്. അല്ലാതെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ അത് നമ്മളെയും കൂടി അപകടത്തിലാക്കും. കാശി അല്പനേരം ആലോചനയോടുകൂടി നിന്നു. ജിതിൻ പറയുന്നതിലും കാര്യമുണ്ട്. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത അപകടം ഉണ്ടായാൽ അത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കും. മുൻപാണെങ്കിൽ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാത്തിരിക്കുന്ന പെണ്ണും തൻ്റെ മക്കളും. ജിതിനും വീടും കുടുംബവുമായി താമസിക്കുന്നവനാണ്. ഇത്രയും കാര്യങ്ങൾക്ക് കൂട്ടുവന്നത് തന്നെ വലിയ കാര്യം. അപ്പോൾ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് SIയോട് കാര്യങ്ങളെല്ലാം നേരിട്ട് സംസാരിച്ചു. ജിതിനെ വീട്ടിലാക്കിയ ശേഷം കാശി ഫ്ലാറ്റിലേക്ക് പോയി. ഫ്രഷായി ഭക്ഷണം കഴിച്ചതിന് ശേഷം നാട്ടിലേക്ക് വിളിച്ച് കൺമണിയോട് ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ അറിയിച്ചു. പെണ്ണിന് ഭയങ്കര പേടിയാണ് പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ചെന്ന് ചാടുമോ എന്ന്. ഒരുവിധം സമാധാനിപ്പിച്ചാണ് ഉറങ്ങാൻ കിടത്തിയത്. രാവിലെ ഓഫീസിലേക്ക് ചെന്ന് തല കാണിച്ചതിന് ശേഷം സ്റ്റേഷനിൽ പോകണമായിരുന്നു. ഇത്തവണ എന്തുകൊണ്ടോ ജിതിനെ കൂട്ടിയില്ല. ജിതിനും കൂടെ വന്നു കഴിഞ്ഞാൽ ഓഫീസ് കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. എന്നാൽ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മൊബൈലിൽ മെസ്സേജ് ടൂൺ കേൾക്കുന്നതും അത് തുടരെ സാധാരണ കൺമണിയാണ് നിർത്താതെ ഇങ്ങനെ മെസ്സേജ് ഇടുന്നത്. കാശിയേട്ടൻ എവിടെയാണെന്ന് തിരക്കി. അവളാണോ എന്ന സംശയത്തിൽ തന്നെയാണ് കാർ സൈഡാക്കി ഫോൺ കയ്യിലെടുത്തത്. അപ്പോൾ ജിതിൻ്റെ നമ്പറിലുള്ള മെസ്സേജാണ്. സാർ അർജൻറ്റ് പ്ലീസ് കം ബാക്ക്. ഇത്രയേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ അപകടം മണത്തു. പിന്നെ ഒട്ടും വൈകിയില്ല. കാശി വേഗം കാർ ഓഫീസിലേക്ക് തിരിച്ചു. എന്തായിരിക്കും അത്യാവശ്യമെന്ന് വിചാരിച്ച് വേഗം ഓഫീസിലേക്ക് കാർ തിരിച്ചു. ജിതിൻ, താനെന്താ കണ്ടിട്ടില്ലാത്തതുപോലെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എത്രയോ തവണ വിശ്വത്തിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുള്ളതാണല്ലോ. പിന്നെന്തിനാ താനെന്നെ കാണുമ്പോൾ ഇങ്ങനെ ഞെട്ടുന്നത്? അല്ല മാഡം, വിശ്വം സാർ ഇപ്പോൾ 2-3 മാസമായി ഓഫീസിലേക്ക് വരാറേ ഇല്ല. പെട്ടെന്ന് മാഡം കയറി വന്നപ്പോൾ ഞാൻ അതാണ്.
ഓ ഇറ്റ്സ് ഓക്കെ. ഒരു അർജൻറ്റ് വർക്കിന് വേണ്ടിയാണ് വിശ്വൻ സ്റ്റേറ്റ്സിൽ പോയത്. ആരോടും പറയാനുള്ള സമയം കിട്ടിയില്ല. അന്ന് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എൻ്റെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ ഞാനും അത് വിട്ടുപോയി. ഇപ്പോഴാണ് ഇവിടേക്ക് വരാനുള്ള സമയം കിട്ടിയത് പോലും. അവർ ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്ത് ജിതിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത് വിശ്വം പോകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ സൈൻ ചെയ്ത് തന്നതാണ്. പെട്ടെന്നുള്ള ആവശ്യമായതുകൊണ്ട് വിശ്വത്തിന് ക്യാഷ് ഞാനാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അന്ന് എൻ്റെ കയ്യിൽ ചെക്ക് ഏൽപ്പിച്ചിരുന്നതാണ്. ഞാനെന്ന് പറഞ്ഞില്ലേ എൻ്റെ തിരക്കുകൾ. അല്ല മാഡം, ഇതിൽ എമൗണ്ട് എഴുതിയിട്ടില്ലല്ലോ. ഓ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ തന്നെ എമൗണ്ട് എഴുതി ഇതിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. 50 ലക്ഷമാ. ജിതിൻ അവരെയും ചെക്കിനെയും മാറി മാറി നോക്കി. താനിങ്ങനെ എങ്ങനെ നോക്കി നിൽക്കാതെ ഈ ചെക്കൊന്ന് മാറി വാടോ. തനിക്ക് പോയിട്ട് എനിക്ക് ധൃതിയുണ്ട്. ജിതിൻ എന്ത് ചെയ്യണമെന്നറിയാതെ തറച്ച് അവിടെ തന്നെ നിന്നു. അതല്ല മാഡം, വിശ്വം സാറിൻ്റെ അഭാവത്തിൽ വിഡ്രോവൽസ് ഒന്നും ചെയ്യേണ്ടെന്നാണ് കാശി സാർ പറഞ്ഞിരിക്കുന്നത്. സാറിനോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാശി എത്തുന്നത് വരെ എങ്ങനെയെങ്കിലും അവളെ അവിടെ പിടിച്ചു നിർത്തുക എന്നതായിരുന്നു ജിതിൻ്റെ നീക്കം. അങ്ങനെയാണോ? എങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കാം ജിതിൻ. ആ ചെക്കിങ് തന്നേക്ക്. ഇല്ല മാഡം, ഇതിൽ വിശ്വം സാർ സൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇനി ഇപ്പോൾ തിരികെ തരാൻ പറ്റില്ല. വാട്ട്? തിരികെ തരാൻ പറ്റില്ല എന്നോ? താൻ ആരോടായി സംസാരിക്കുന്നതെന്ന് ഓർത്തിട്ട് വേണം. അപ്പോഴേക്കും ക്യാബിൻ തുറന്ന് കാശി അകത്തേക്ക് കയറിയിരുന്നു. ഓക്കെ ജിതിൻ, ഇറ്റ്സ് ഓക്കെ. പറച്ചിലിനൊപ്പം തന്നെ ബാഗും എടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് കാശി അവർക്ക് തടസ്സമായി മുന്നിൽ കയറി നിന്നത്. ജിതിൻ്റെ മുഖത്തപ്പോൾ ആശ്വാസമായിരുന്നു. മാഡം പെട്ടെന്ന് അങ്ങനെ പോയാലോ? എനിക്ക് അല്പ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോറി, എനിക്ക് നിങ്ങളെ അറിയില്ല. ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. കാശിനാഥൻ. മാഡം ഇരിക്കണം, നമുക്ക് അല്പം സംസാരിക്കാം. എനിക്കിപ്പോൾ തീരെ സമയമില്ല. അത്യാവശ്യമായി പുറത്തു പോകണം. കാശിയും കടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവളെ അല്പം ബലം പ്രയോഗിച്ച് തന്നെ കാശി ചെയറിലിരുത്തി. തൊട്ടടുത്ത ചെയറിലിരുന്നു അവനും. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? വിഷു എവിടെയാണെന്ന് അറിയണം. അവൻ്റെ കുടുംബം എവിടെയാണെന്ന് അറിയണം. എനിക്കറിയില്ല. ഞാനെങ്ങനെ അറിയാനാണ്? കുറച്ചു മുന്നേ മാഡം എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. വിശ്വം സാർ സ്റ്റേറ്റ്സിൽ പോയെന്നും അമ്മയെയും സഹോദരിയെയും സാർ മേഡത്തെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്നുമല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു തീരും മുമ്പേ തന്നെ കാശിയുടെ വലത് കൈ അവളുടെ കവിളിൽ പതിച്ചു. ഇരിക്കുന്ന ചെയറോടുകൂടി പിന്നിലേക്ക് വേച്ചു പോയവളെ കാശി ബലമായി പിടിച്ചെടുത്തി. ഇനിയെങ്കിലും നീ വാ തുറന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കില്ല. പ്ലീസ് എന്നെ വിട്. എനിക്കൊന്നും അറിയില്ല. ക്യാബിനിൽ തുടരെ മുട്ടുകേട്ട് ജിതിൻ ചെന്ന് ഡോർ തുറക്കുമ്പോൾ പോലീസായിരുന്നു. ജിതിൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ കാശിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് കൂടി തന്നെയാണ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം കൂടി അറിയിച്ചത്. കൃത്യസമയത്ത് തന്നെ പോലീസും എത്തിയപ്പോൾ കാര്യങ്ങൾ വിചാരിച്ചതിലെ എളുപ്പമായി. ഞങ്ങൾ വൈകിയില്ലല്ലോ കാശിനാഥൻ? ഇല്ല സർ, കൃത്യസമയത്ത് തന്നെയാണ് വന്നത്. എങ്കിൽ പിന്നെ ഇവളെ ഞങ്ങളങ്ങ് കൊണ്ടുപോയേക്കാം. ബാക്കി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ വിവരം അറിയിക്കാം. SIയുടെ കോൾ ഏകദേശം രാത്രിയോടുകൂടിയാണ് കാശിയെ തേടി എത്തിയത്. സാർ, വിശ്വം എവിടെയാണ്? എന്തെങ്കിലും അറിവ് കിട്ടിയോ? അവൾ പഠിച്ച കള്ളിയായിരുന്നു വിശ്വം. പെട്ടെന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് തിരുവാ തുറന്നൊന്ന് മൊഴിഞ്ഞു തന്നെ. എന്തായാലും ഇന്നിന് നേരെ ഇത്രയായില്ലേ? താൻ നാളെ രാവിലെ തന്നെ ഇങ്ങ് മാനേജരെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോരെ. അവളിപ്പോൾ സംസാരിക്കാനുണ്ട്. രാവിലെ രണ്ടുപേരും നേരത്തെ റെഡിയായി സ്റ്റേഷനിലെത്തി. അവർ വന്നതിന് ശേഷമാണ് സ്റ്റേഷൻ SI വന്നത്. നിങ്ങൾ രണ്ടുപേരും നേരത്തെ ഇങ്ങെത്തിയോ? പുഞ്ചിരിയോടുകൂടി ഇരുവരെയും ഇരിക്കാൻ ക്ഷണിച്ചു. രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല സാർ. എത്രയും പെട്ടെന്ന് നേരം വെളുത്താൽ മതിയെന്നായിരുന്നു. സാർ, വിശ്വത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ? അവൻ എവിടെയെന്ന് പറഞ്ഞോ? ഈ കേസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നാണ്. വലിയൊരു ലഹരിമരുന്ന് മാഫിയയുടെ കയ്യിലാണ് വിശ്വവും അയാളുടെ ഫാമിലിയും ചെന്നപ്പെട്ടിരിക്കുന്നത്. കേട്ടത് വിശ്വസിക്കാനാവാതെ കാശിയും ജിതിനും പരസ്പരം നോക്കി. സാർ, വിശ്വം എടോ പണ്ടത്തെ കാലമല്ല. ഇപ്പോൾ ഈ പെണ്ണുങ്ങളെ തൊടാൻ പോലും പറ്റില്ല. ഇവളാണെങ്കിൽ മുറ്റു സാധനമാണ്. ഇവള് നേരെ ചോദിച്ചിട്ട് കാര്യം പറയുന്നില്ല. അപ്പോൾ പിന്നെ വനിതാ പോലീസ് ഒന്ന് കൈവച്ചു. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളും അവൾ മൊഴിഞ്ഞു. താൻ ഈ പറയുന്ന വിശ്വം എവിടെയാണെന്ന് അവൾക്കും അറിയില്ല. അവൾ ട്രാപ്പിൽപ്പെടുത്തിയതാണ്. അയാളെ സങ്കേതത്തിൽ എത്തിച്ചെങ്കിലും അയാൾ അവിടെ നിന്ന് എവിടെയോ രക്ഷപ്പെട്ടു. അയാൾ തിരികെ അവരുടെ പക്കൽ എത്തുന്നതിന് വേണ്ടിയാണ് അമ്മയെയും മകളെയും തട്ടിക്കൊണ്ടുപോയത്. പക്ഷേ വിശ്വം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇന്ന് വരെ അവരെ ആരെയും പുറത്തു വിടാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. ഇതിനിടയിൽ നടന്ന സങ്കടം, അവരുടെ അമ്മ മരിച്ചു. കൃത്യമായി ഭക്ഷണവും മരുന്നും ഒന്നും എത്താതെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ മരിച്ചതെന്നാണ് ഇവൾ പറയുന്നത്. അവരെ നരയിപ്പിക്കുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ വിശ്വം തിരികെ എത്തുന്നതിന് വേണ്ടി അവൻ്റെ ഫോണിലേക്ക് നിരന്തരം ഇവർ അയച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നിനും മറുപടി ഇല്ലാതെയായിരുന്നു. ഒടുവിൽ അസുഖം മൂർച്ഛിച്ചാണ് അവർ മരിച്ചത്. വിശ്വത്തിൻ്റെ അമ്മ മരിച്ചെന്ന അറിവ് കാശിയെ തളർത്തി. ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും അവൻ ഒരിക്കൽ പോലും എന്നോട് ഒരു വിവരവും പറഞ്ഞില്ല സാർ. വിശ്വത്തിൻ്റെ അനിയത്തി
ആ പെൺകുട്ടി ഇനി കിട്ടിയിട്ടും കാര്യമില്ല എന്ന് തോന്നുന്നു കാശിനാഥൻ. ഇവൾ പറഞ്ഞ അറിവ് വെച്ചാണെങ്കിൽ രഹലിക്ക് അടിമയായ ആ പെൺകുട്ടി ഇപ്പോൾ നഗരത്തിലെ വിലയേറിയ വേശ്യ കൂടിയാണ്. വാട്ട്? കാശി കൈ തലമുടിയിൽ കൊരുത്തു വലിച്ചു. എങ്ങനെയെങ്കിലും അവളെ എനിക്ക് കണ്ടെത്തി തരണം സാർ. തീരെ ചെറിയ പെൺകുട്ടിയാണ്, 20-21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവളെയെങ്കിലും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നീടൊരിക്കൽ വിശ്വത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് സമാധാനം പറയും? എന്തായാലും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം, എന്തെങ്കിലും അറിവ് കിട്ടുന്നവരെ. ഇവരെയൊക്കെ പേടിച്ച് അയാൾ ഈ നാട് വിട്ടു പോയതാകും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി മൊബൈലെങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഇവർ അയച്ച വീഡിയോസ് ഒന്നും അയാൾ ഇതുവരെയും കണ്ടിട്ടില്ല. അത് കണ്ടിരുന്നെങ്കിൽ തൻ്റെ ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് അയാൾ തിരികെ വരുമായിരുന്നു. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ കാശി അപ്പാടെ തകർന്നുപോയി. തിരികെയുള്ള യാത്രയിൽ ജിതിനാണ് വണ്ടി ഓടിച്ചത്. ജിതിൻ എന്നെ ഫ്ലാറ്റിലാക്കിയാൽ മതി, ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല. ജിതിൻ പെട്ടെന്ന് തന്നെ കാർ സൈഡാക്കി ഒതുക്കി. സാറിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും, പക്ഷെ നമ്മൾ തളർന്നു പോകരുത്. സാറിൻ്റെ അനിയത്തിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എനിക്ക് കേട്ടതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ജിതിൻ. വളരെ പാവമാണ് അവനും അമ്മയും അനിയത്തിയും ഒക്കെ. പക്ഷേ ഈ രാക്ഷസിയുടെ പിടിയിലായതെങ്ങനെയെന്നറിയില്ല. തിരികെ നാട്ടിലേക്ക് പോയി കൺമണിയെ കാണാൻ പോലും കാശിക്ക് തോന്നി. ഇങ്ങനെയുള്ള മാനസിക വിഷമങ്ങളിൽ അവൾക്ക് മാത്രമേ തന്നെ സമാധാനപ്പെടുത്താൻ കഴിയൂ. പക്ഷേ വിശ്വത്തെക്കുറിച്ചുള്ള അറിവുകളൊന്നുമില്ലാതെ ഇവിടുന്ന് പോകാനും കഴിയില്ല. കാശി ആകെ ധർമ്മസങ്കടത്തിലായി. പിന്നെയും ഒരാഴ്ച കൂടി കഴിഞ്ഞു. കാശി വിശ്വത്തിൻ്റെ അന്വേഷണവും ഓഫീസ് കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. ഇതിനിടയിൽ കൺമണിയും കുഞ്ഞുങ്ങളും അവന് വല്ലാത്ത വിഷമം തന്നെയായിരുന്നു. അവരെ കാണാൻ കഴിയാത്തതിൻ്റെ വിഷമം ഒരു ഭാഗത്ത്, വിശ്വത്തെക്കുറിച്ചുള്ള ഒരറിവുമില്ല അത് മറ്റൊരു ഭാഗത്ത്. സ്റ്റേഷനിൽ നിന്നും കോൾ വന്നാണ് കാശി ഉറക്കം എഴുന്നേറ്റത് തന്നെ. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിച്ചേരാനാണ് SI പറഞ്ഞത്. കാശി എഴുന്നേറ്റ ഉടനെ തന്നെ ജിതിനെ വിളിച്ച് വിവരം പറഞ്ഞു. ജിതിനെയും കൂട്ടിയാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. എന്താ സാർ രാവിലെ തന്നെ വരാൻ പറഞ്ഞത്? ഇവിടുന്ന് 5.5 കിലോമീറ്റർ അകലെയുള്ള റെയിൽ പാളത്തിൽ ഒരു അജ്ഞാത ജഡം കിട്ടിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് വിശ്വമാണോ എന്നൊരു സംശയമുണ്ട്. തലയിലാരോ കനമുള്ള കൂടം കൊണ്ട് അടിച്ചതുപോലെ കാശി ഉലഞ്ഞു. സാർ, എടോ ഒരു സംശയമാണ്, അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് തന്നെ വിളിച്ചത്. താൻ ഇങ്ങനെ തളർന്നു പോയാലോ? അയാളാകില്ലെന്ന് വിശ്വസിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം, പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഒടുവിൽ അത് വിശ്വമാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാശിയും ജിതിനും പോലീസുകാർക്കൊപ്പം പോയി. സ്ഥലം എത്തുന്നത് വരെ കാശി അത് വിശ്വമാകരുതേ എന്ന പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അവിടെ എത്തി ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത്. സാർ, ഇവിടേക്ക് വന്നിട്ട് ഏകദേശം 3-4 മാസത്തിൽ കൂടുതലായില്ലേ? സാർ നാട്ടിൽ പോയി വൈഫിനെയും കുഞ്ഞുങ്ങളെയും കണ്ട് ഒന്ന് റിലാക്സ് ആകൂ. അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ജിതിൻ പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആണല്ലോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അപ്പോൾ സാർ വന്നാൽ മതി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും മാറി നിൽക്കണമെന്നത് കാശി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ജിതിനെ തനിച്ചാക്കി പോയി കഴിഞ്ഞാൽ കമ്പനി കാര്യങ്ങളിലൊക്കെ അയാൾ ബുദ്ധിമുട്ടുമല്ലോ എന്ന് കരുതിയാണ് കാശി അത് പറയാതിരുന്നത്. എന്നാൽ ജിതിൻ തന്നെ അവനോടത് പറഞ്ഞപ്പോൾ കാശിക്ക് വലിയ സമാധാനം തോന്നി. അന്ന് വൈകുന്നേരം തന്നെ കാശി നാട്ടിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് യാത്ര ട്രെയിനിലാക്കി. തുടരും. ഇനി ഒരു 3-4 പാർട്ട് കൂടിയേ കാണൂ. അപ്പോഴേക്കും ഉയിരിലലിയാൻ കഴിയും കേട്ടോ.